നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന് തുടക്കം. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ രാവിലെ 9 മണി മുതൽ ആരംഭിച്ചു. പ്രോടീം സ്പീക്കർ ജി സുധാകരനാണ് എംഎൽഎമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് സത്യവാചകം ചൊല്ലുന്നത്. അക്ഷരമാല ക്രമമനുസരിച്ച് വി അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. സത്യപ്രതിജ്ഞയിൽ വ്യത്യസ്തനായത് മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫാണ്. കന്നഡ ഭാഷയിലാണ് എ.കെ.എം. അഷ്റഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. തൃത്താലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വി.ടി. ബൽറാമും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയനായി. യു.ഡി.എഫിൽ നിന്നുള്ള യുവ എംഎൽഎമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വി.ടി. ബൽറാം സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കുന്നംകുളം എംഎൽഎ എ.സി. മൊയ്തീൻ എൽ.ഡി.എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യു.ഡി.എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മേലുള്ള ചർച്ചകൾ നടക്കും. 5-ന് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പൊതുജനത്തെ അറിയിക്കാൻ ധവളപത്രവും ഇറക്കുന്നുണ്ട്. കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് 3 വർഷം പിന്നിട്ടിട്ടും നീതി ലഭ്യമായിട്ടില്ലെന്ന ആരോപണം ശക്തമാകുന്നു. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതികൾ എൽ.ഡി.എഫ് സർക്കാർ മുക്കിയതായും നീതിക്കായി താൻ 3 വർഷമായി കാത്തിരിക്കുകയാണെന്നും മർദ്ദനത്തിനിരയായ സുജിത്ത് വ്യക്തമാക്കി. കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സർവീസിൽ നിന്നും എത്രയും വേഗം പുറത്താക്കണമെന്നും സുജിത്ത് ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് DIG ഓഫീസിലും IG ഓഫീസിലും നൽകിയിട്ടുള്ള ഫയലുകൾ ഇപ്പോൾ കാണാനില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന വർഗീസ് ഉന്നയിക്കുന്നത്. 8 മാസം മുമ്പ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് DIG അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ട് കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും തുടർ നടപടികൾക്കായി ഫയലുകൾ IG ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. സർക്കാർ അവസാനിക്കുന്ന കാലം വരെയും നമുക്കൊരു നീതി നിഷേധമായിട്ടുള്ളൊരു നടപടിയാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. UDF സർക്കാർ അധികാരത്തിലായിട്ട് ഒരാഴ്ച കൂടെ ആയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. അതുപോലെ ഉണ്ടാവും. അതുപോലെ ആലപ്പുഴയിൽ നടന്നത് ആദ്യം വാർത്ത വന്നു നഗരം, അത് നമ്മുടെ കാര്യത്തിലും നടപടി ഉണ്ടാവുന്നു. ആദ്യഘട്ടം തന്നെ പോയി വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മുടെ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കും. അധികമായിട്ടില്ലല്ലോ, 2 ദിവസമല്ലായിട്ടുള്ളൂ. അത് ആദ്യമായി മുന്നിലുള്ള നമ്മുടെ ആവശ്യമായിരുന്നു, സസ്പെൻഡ് അല്ല പിരിച്ചുവിടണമെന്നുള്ളത്. എന്നാൽ ഈ ഫയലുകൾ നിലവിൽ 2 ഓഫീസുകളിലും ലഭ്യമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുൻ LDF സർക്കാർ 3.5 വർഷത്തോളമായി ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ ഇവർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. എങ്കിലും നിലവിലെ പുതിയ സർക്കാരിൽ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുമെന്നും സുജിത്തും വർഗീസും വ്യക്തമാക്കി. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീതിക്കായി പോരാട്ടം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഈ 3 കൊല്ലം കഴിഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം വീഡിയോ കിട്ടിയപ്പോൾ സസ്പെൻഷൻ നടത്തി. അതിനുശേഷം തുടരന്വേഷണം നടക്കുമ്പോൾ അതിൽ ഈ ഫയൽ എവിടെയാണെന്ന് പോലും ഇപ്പോൾ അറിയില്ല. DIG ഓഫീസിലാണെന്ന് IG ഓഫീസിൽ പറയും, IG ഓഫീസിലാണ് DIG ഓഫീസിൽ പറയും. 2 സ്ഥലത്ത് ഫയൽ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും LDF സർക്കാർ ഈ വിഷയത്തെ അട്ടിമറിക്കാനും ശ്രമിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പുരശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം നടത്താത്തതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുന്നംകുളം നഗരസഭ നടപ്പിലാക്കി വരുന്ന സൗജന്യ കായിക പരിശീലനം സമാപിച്ചു. സിന്തറ്റിക് ട്രാക്കിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, R ഷാജിജു, കൗൺസിൽ കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് അവൻ എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപകരെയും പരിശീലനം ലഭിച്ച കുട്ടികളെയും സർട്ടിഫിക്കറ്റ് നൽകി നഗരസഭ ആദരിച്ചു.
കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. മെയ് 20 മുതൽ 26 വരെ നടക്കുന്ന ലക്ഷാർച്ചന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, ആമല്ലൂർ നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദിവസേന രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 6:30 വരെയുമാണ് ലക്ഷാർച്ചന നടക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30-ന് അഭിഷേകം ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. അങ്കണവാടികളിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്താൻ ചൊവ്വന്നൂർ ബ്ലോക്ക് ICDS-ഉം കാട്ടകമ്പാൽ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. പോഷൻ പഗ്വാഡ എന്ന പേരിലുള്ള പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KM റസാഖ്, MP രാജൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ICDS ഓഫീസർ ശോഭ, CDPO ജയശ്രീ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു, ലസിത, KU ജയശ്രീ, അങ്കണവാടി ടീച്ചർ MM മേഴ്സി എന്നിവർ സംസാരിച്ചു. വിവിധ അങ്കണവാടി ജീവനക്കാർ തയ്യാറാക്കി കൊണ്ടുവന്ന പോഷക സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. സ്വാദിഷ്ടവും പോഷക ഗുണവുമുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങൾ തയ്യാറാക്കിയവർക്ക് സമ്മാന വിതരണവും നടത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35-ാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് എരുമപ്പെട്ടി തിപ്പല്ലൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. വാർഡ് പ്രസിഡന്റ് വർഗീസ് തിപ്പല്ലൂർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, യദുകൃഷ്ണൻ എന്നിവർ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.